അടുത്ത ദിവസം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. മാർക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, 2025 ഡിസംബറിൽ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പട്ടികയിൽ 16ാമത്തെ ഇനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഫെസ്റ്റിവലാണ്? നമ്മുടെ ദീപാവലിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അടുത്തിടെ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്സവം ഏതാണ്? ദീപാവലിയാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, DRDO വികസിപ്പിച്ച 2025 ഡിസംബറിൽ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റിന്റെ പേരെന്താണ്? പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണം. DRDO വികസിപ്പിച്ച 2025 ഡിസംബറിൽ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റിന്റെ പേരെന്താണ്? പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് എന്നാണ്. അടുത്ത പോയിന്റ്, ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? ഗേർഡ് ഫാൾട്ടിങ്സ് ആണ് കേട്ടോ. ഗേർഡ് ഫാൾട്ടിങ്സ് ആണ്. പഠിച്ചു വെക്കണേ. ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? ഗേർഡ് ഫാൾട്ടിങ്സ് ആണ്. ഗേർഡ് ഫാൾട്ടിങ്സ് ആണ്. 2026 മാർച്ച് മാസം യുകെയിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? പെരിയസ്വാമി കുമാരനാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. 2026 മാർച്ച് മാസം യുകെയിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? പെരിയസ്വാമി കുമാരൻ. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായ 2025 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആരാണ്? സുപ്രിയ സാഹു ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായിട്ടുള്ള 2025 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആരാണ്? സുപ്രിയ സാഹു ആണ്. ഈ സുപ്രിയ സാഹുവിനെ പറ്റി റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. ഈ സുപ്രിയ സാഹു തമിഴ്നാട് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം വനം വകുപ്പിന്റെ ഒക്കെ അഡീഷണൽ സെക്രട്ടറിയാണ് സുപ്രിയ സാഹു കേട്ടോ. തമിഴ്നാട്ടിലെ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം വനം വകുപ്പിന്റെ ഒക്കെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സുപ്രിയ സാഹു. ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ വിഭാഗത്തിലാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം അർഹയായത്. അതോടൊപ്പം തന്നെ സുസ്ഥിരമായ ശീതീകരണ സംവിധാനങ്ങൾ, ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് ഇവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ നിർണായക പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിൽ അവർ വഹിച്ച നേതൃത്വ മികവിനാണ് ഈ ഒരു അംഗീകാരം. അപ്പൊ നമ്മൾ ഇത്രയാണ് ഇവരെ പറ്റി അറിഞ്ഞിരിക്കേണ്ട. ഇത്രയാണ്. എന്താണ്? ഇവര് ഓൾറെഡി തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം വനം വകുപ്പിന്റെയൊക്കെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സുപ്രിയ സാഹു. ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ വിഭാഗത്തിലാണ് പുരസ്കാരത്തിന് അർഹയായത്. പഠിച്ചു നോക്കണം. 2025 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരിയാണ് സുപ്രിയ സാഹു. അടുത്ത പോയിന്റ് നോക്കാം. 2025 ഡിസംബറിൽ അന്തരിച്ച ഗാലിയ സിയ ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു? ബംഗ്ലാദേശിന്റെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു കേട്ടോ. പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാം. 2025 ഡിസംബറിൽ അന്തരിച്ച ഗാലിദ സിയ ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു? ബംഗ്ലാദേശിന്റെ. അപ്പൊ ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഗാലിദ സിയ ആയിരുന്നു. അതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാൻ ആണ് കേട്ടോ. അപ്പൊ അടുത്തിടെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയത് ആരാണ്? താരിഖ് റഹ്മാനാണ്. അടുത്ത പോയിന്റ്, മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ലഡാക്കിലാണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ലഡാക്കിലാണ് സ്ഥാപിക്കുന്നത്. കേരള സർക്കാരിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ മാതൃകാ ടൗൺഷിപ്പ് നിലവിൽ വന്നത് എവിടെയാണ്? എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റയാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ടിവിയിലും പത്രത്തിലും കണ്ടയാണല്ലേ കേരള സർക്കാരിന്റെ ടൗൺഷിപ്പ് എവിടെ കൽപ്പറ്റയിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അത് ഏത് എസ്റ്റേറ്റിലാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റയാണ് കേട്ടോ. എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ. ഒന്നുകൂടെ പറയാം, കേരള സർക്കാരിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ മാതൃകാ ടൗൺഷിപ്പ് നിലവിൽ വന്നത് എവിടെയാണ്? എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ, വയനാട്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിന്റ്. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ഷാജി രാഘവനാണ്. ഷാജി രാഘവൻ കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ഷാജി രാഘവനാണ്. ഷാജി രാഘവൻ. പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നേരിടുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ. പഠിച്ചു വെക്കണം. പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നേരിടുന്ന ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ കേട്ടോ. അടുത്ത പോയിന്റ്. വന്യജീവി സംരക്ഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നൽകിയ അസാധാരണ സംഭാവനകൾക്ക് നൽകുന്ന മച്ചിലി നാഷണൽ അവാർഡ് അടുത്തിടെ ലഭിച്ചതാർക്കാണ്? അനിത ചൗധരിക്കാണ് കേട്ടോ. അനിത ചൗധരിക്കാണ്. പഠിച്ചു വെക്കണം. വന്യജീവി സംരക്ഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നൽകിയ അസാധാരണ സംഭാവനകൾക്ക് നൽകുന്ന മച്ചിലി നാഷണൽ അവാർഡ് അടുത്തിടെ ലഭിച്ചതാർക്കാണ്? അനിത ചൗധരിക്കാണ്. അനിത ചൗധരിക്കാണ്. ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമിയെ കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണ് NCERT പരിസ്ഥിതി പഠന പുസ്തകത്തിലെ ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ശുഭാൻഷു ശുക്ലയുടെ വാക്കുകളാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമിയെ കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണ് NCERT പരിസ്ഥിതി പഠന പുസ്തകത്തിലെ ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആര് പറഞ്ഞ വാക്കുകളാണ്? ശുഭാൻഷു ശുക്ലയുടെ വാക്കുകളാണ് ആ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ശുഭാൻഷു ശുക്ലനാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? എലിക്കുളം പഞ്ചായത്താണ്. എലിക്കുളം പഞ്ചായത്ത് എവിടെയാണ്? കോട്ടയത്താണ് കേട്ടോ. പഠിച്ചു നോക്കണം. ഒന്നുകൂടെ പറയാം. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? എലിക്കുളം പഞ്ചായത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സാമ എന്ന നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? കക്കോടി കൊല്ലം കണ്ടി VK ബാബു ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള സാമ എന്ന നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? കക്കോടി കൊല്ലം കണ്ടി VK ബാബു ആണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിൽ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള 1 hour ലൈവ് സെക്ഷൻ ബാച്ച് ആണത്. ആ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്.
പഠിപ്പിക്കുന്നത്. അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരു 6 മാസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20 മാർക്കുകളും ഒക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അപ്പൊ അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്, സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചതാണ്, സ്വന്തമായിട്ട് ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ, അതായത് സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. 2026 ജനുവരി 23 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണുവായി ബാസിലസ് സബ്റ്റിലസിസ് കേട്ടോ, ബാസിലസ് സബ്റ്റിലസിസ് എന്നെ പ്രഖ്യാപിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം, 2026 ജനുവരി 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. അപ്പൊ കേരളത്തിന്റെ നിലവിലെ സംസ്ഥാന സൂക്ഷ്മാണു ഏതാണ്? ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. അടുത്ത പോയിന്റ്, 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഗ്രാസ മാർഷൽ ആണ് കേട്ടോ, ഗ്രാസ മാർഷൽ ആണ്. പഠിച്ചു നോക്കണം, 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാവാരാണ്? ഗ്രാസ മാർഷൽ ആണ് കേട്ടോ, ഗ്രാസ മാർഷൽ. ഗ്രാസ മാർഷൽ അവര് പ്രമുഖ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയും മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ പത്നിയുമായിരുന്നു കേട്ടോ. നെൽസൺ മണ്ടേലയുടെ വൈഫുമാണ് ഈ ഗ്രാസ മാർഷൽ. അതോടൊപ്പം തന്നെ പ്രമുഖ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ് ഗ്രാസ മാർഷൽ. അടുത്ത പോയിന്റ്, 2026 ജനുവരി 25 അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത BBC മാധ്യമ പ്രവർത്തകൻ ആരാണ്? മാർക്ക് ടള്ളിയാണ് കേട്ടോ, മാർക്ക് ടള്ളിയാണ്. പഠിച്ചു നോക്കണേ, 2026 ജനുവരി 25 അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത BBC മാധ്യമ പ്രവർത്തകൻ ആരാണ്? മാർക്ക് ടള്ളിയാണ്, മാർക്ക് ടള്ളിയാണ്. അടുത്ത പോയിന്റ് നോക്കാം, ഫീം പേയ്മെന്റ് ആപ്ലിക്കേഷന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിക്കപ്പെട്ട കായിക താരം MS ധോണിയാണ് കേട്ടോ. അപ്പൊ ഫീം പേയ്മെന്റ് ആപ്ലിക്കേഷന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? MS ധോണിയാണ്. സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ 25ാം വാർഷികം ആഘോഷിച്ചത് ഏത് ദിവസമാണ്? 2026 ജനുവരി 15 ആഘോഷിച്ചത് കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന കോശമായിട്ടുള്ള വിക്കിപീഡിയയുടെ 25ാം വാർഷികം ആഘോഷിച്ചത് ഏത് ദിവസമാണ്? 2026 ജനുവരി 15. അടുത്ത നോക്കാം നമുക്ക്. അടുത്തിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല പദവി നൽകിയ സ്ഥാപനം ഏതാണ്? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT ക്കാണ് കേട്ടോ, NCERT ക്കാണ്. പഠിച്ചു നോക്കണേ, അടുത്തിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല പദവി നൽകിയ സ്ഥാപനം ഏതാണ്? NCERT ക്കാണ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിനാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ, എനർജി അടിയന്തരാവസ്ഥയാണ്, ഊർജ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. അടുത്ത പോയിന്റ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ടതാരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് കേട്ടോ, സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. അത് OBC കമ്മീഷനാണ്. പഠിച്ചു വെക്കണം, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ടതാരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷാ അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ട്രെയിനിങ് കിറ്റിന്റെ പേരെന്താണ്? ട്രൂ സൈബർ സഖി എന്നാണ് കേട്ടോ, ട്രൂ സൈബർ സഖി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. എന്താണ്? സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷാ അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ട്രെയിനിങ് കിറ്റാണ് ട്രൂ സൈബർ സഖി. അടുത്ത പോയിന്റ്, 2026 ലോക പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിയിൽ ജേതാക്കളായത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യ. ഭാരത് ഇലക്ട്രിസിറ്റി സമ്മിറ്റിന്റെ വേദി ന്യൂഡൽഹി ആയിരുന്നു. അപ്പൊ ഭാരത് ഇലക്ട്രിസിറ്റി സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്.
ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുവേ. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം പാകിസ്ഥാൻ. നാളികേര ഉൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. നാളികേര ഉൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്. 100% അർബുദ ക്യാൻസർ ലിറ്ററസിയാണ്. ക്യാൻസർ സാക്ഷരത അഥവാ അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ മുനിസിപ്പാലിറ്റി ഏതാണ്? ശ്രീകണ്ഠപുരമാണ്. ഗ്രാമ കോടതി ഉള്ള ഇന്ത്യയിലെ ആദ്യ നിയോജക മണ്ഡലം ഏതാണ്? വാമനപുരമാണ് കേട്ടോ. ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ ആദ്യ നിയോജക മണ്ഡലം ഏതാണ്? വാമനപുരമാണ്. ഏതു പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? പാറളം പഞ്ചായത്തിനാണ് കേട്ടോ. പാറളം പഞ്ചായത്തിനാണ്. അപ്പൊ ഇത്രയുമാണ് ഒരു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനു മുമ്പേ ഇട്ട ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കയറി നമ്മുടെ ചാനലിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ ഇടുന്നത്. അതൊക്കെ ഒന്ന് എല്ലാവരും കയറി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കൂ. പുതിയ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കും അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾക്കുമായിട്ട് ചാനലൊന്ന് എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചു. താങ്ക് യു.